പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വേ ടു ബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് ദ വെർജിൻ ഓഫ് ദി ചെയർ എന്ന അപ്പാരിഷൻ വിശുദ്ധ കാതറിൻ ലബോറയ്ക്ക് മാതാ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. സോ ലെറ്റ് us begin with the prayer. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ സിസ്റ്റർ കാതറിൻ ലബോറയ്ക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. ജൂലൈ 18, നവംബർ 27, ഇങ്ങനെ 2 മാസങ്ങളിലായിട്ട് 3 തരത്തിലുള്ള പ്രത്യക്ഷീകരണങ്ങളാണ് മാതാവ് നടത്തിയിട്ടുള്ളത്. ആ 3 പ്രത്യക്ഷീകരണങ്ങളെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ആദ്യത്തേത് ദ വെർജിൻ ഓഫ് ദ ചെയർ, രണ്ടാമത്തേത് ദ വെർജിൻ ഓഫ് ദ ഗ്ലോബ്, മൂന്നാമത്തേത് അവർ ലേഡി ഓഫ് ദ മിറാക്കുലസ് മെഡൽ. അപ്പോൾ ആദ്യത്തേത് ദ വെർജിൻ ഓഫ് ദ ചെയർ ജൂലൈ 18-നും 19-നും ഇടയിൽ രാത്രി 11:30-ക്കും 2 മണിക്കും ഇടയിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ സിസ്റ്റർ കാതറിൻ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാതാവ് അവരുടെ ചാപ്പലിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഒരു മാലാഖ വന്നിട്ട് ഈ സിസ്റ്ററിനെ ഒരുപാട് തവണ വിളിച്ചു. സിസ്റ്റർ വിളി കേട്ട് ഉണർന്നെഴുന്നേറ്റപ്പോൾ 4-5 വയസ്സുള്ള ഒരു സുന്ദരനായ ഒരു കുഞ്ഞ്. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നും വന്ന മാലാഖ വളരെ പ്രകാശം ചൊരിയുന്നുണ്ടായിരുന്നു. പ്രകാശം നിറഞ്ഞ വസ്ത്രമായിരുന്നു. ഈ മാലാഖ ഈ വിശുദ്ധ സിസ്റ്റർ കാതറിൻ ലബോറയെ വിളിച്ചിട്ട് പറഞ്ഞു, ചാപ്പലിൽ ഇപ്പോൾ മാതാവ് വരും എന്ന്. അങ്ങനെ ഈ മാലാഖയും ഈ സിസ്റ്ററും കൂടെ അവരുടെ ചാപ്പലിലോട്ട് പോയി. അവരുടെ ഡയറക്ടർ ഇരിക്കുന്ന ചെയറിൽ ഈ സമയം മാതാവ് അൾത്താരയിൽ നിന്ന് നടന്നു വന്ന് ഈ ചെയറിൽ ഇരുന്നു. വിശുദ്ധയുടെ കൈ മാതാവിൻ്റെ മടിയിൽ വെച്ച് മാതാവിൻ്റെ കണ്ണുകളിലോട്ട് നോക്കി 2 മണിക്കൂർ നേരം ഇതേ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് മാതാവ് നിരവധി കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങളും അവർക്ക് വ്യക്തിപരമായിട്ട് മാത്രം അറിയേണ്ട കാര്യങ്ങളും മാതാവ് അവരോട് സംസാരിച്ചു. 2 മണിക്കൂർ മാതാവിനൊപ്പം ഈ സിസ്റ്റർ സംസാരിച്ചു. ഈ അപ്പാരിഷനെ വിളിക്കുന്ന പേരാണ് ദ വെർജിൻ ഓഫ് ദി ചെയർ. ജൂലൈ 18-നും 19-നും ഇടയിൽ രാത്രി 11:30-ക്കും 2 മണിക്കും ഇടയിൽ നടന്ന സംഭവമാണ്. ഒരുപാട് സന്ദേശങ്ങളും പ്രവചനങ്ങളെല്ലാം മാതാവ് ഈ ഒരു അപ്പാരിഷനിൽ ഈ വിശുദ്ധയ്ക്ക് നൽകി. 1830 പൊതുവെ ദി എറ ഓഫ് ബ്ലെസ്സഡ് വെർജിൻ മേരി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യുഗം ആരംഭിക്കുന്നത് 1830-ലാണ് എന്ന് പറയപ്പെടുന്നു. 1960-കളിൽ വിശുദ്ധ പോൾ 6-ാമൻ പാപ്പയും പറഞ്ഞത് ഇത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മരിയൻ യുഗമാണ് എന്നാണ്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം ഈ ചെയറിൽ ഇരുന്നപ്പോൾ സിസ്റ്റർ പറയുന്നത്, മാതാവ് നമ്മളെപ്പോഴും എല്ലാ ചിത്രത്തിലും കാണുന്നത് പോലെ നീല മേലങ്കി അണിഞ്ഞിരുന്നു. വളരെയധികം സ്വർഗീയ സൗന്ദര്യമായിരുന്നു. അങ്ങനെ മാതാവ് ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാലാഖ സിസ്റ്ററിനോട് പറഞ്ഞു, ഇതാണ് ബ്ലെസ്സഡ് വെർജിൻ എന്ന്. എന്നിട്ട് മാതാവ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മാതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്, മൈ ചൈൽഡ്, ദ ഗുഡ് ഗോഡ് വിഷസ് ടു എൻട്രസ്റ്റ് യു എ മിഷൻ. നല്ല ദൈവം നിന്നെ ഒരു മിഷൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. മാതാവ് പറഞ്ഞു, ഈ ഒരു മിഷൻ നീ ചെയ്യുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നിനക്കുണ്ടാകും. പക്ഷേ നീ നിരാശപ്പെടരുത്. നിനക്കുള്ള ഒരു ആശ്വാസം എന്നത് നീ അറിയും ഇത് നീ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്നുള്ളത്. മാതാവ് പറഞ്ഞു, ഹാവ് കോൺഫിഡൻസ്, ഡു നോട്ട് ബി എഫ്രൈഡ്. കോൺഫിഡൻ്റ് ആയിരിക്കുക, ഭയപ്പെടരുത് എന്ന്. എന്നാൽ എന്താണ് ആ മിഷൻ എന്നുള്ളത് പിന്നീട് മാതാവ് റിവീൽ ചെയ്യും എന്ന് പറഞ്ഞു. മാതാവ് അവരുടെ കോൺഗ്രിഗേഷനെ പറ്റിയിട്ട് മാതാവ് പറഞ്ഞു, വളരെ ഹാപ്പിയാണ്. ഈ വിൻസെൻഷ്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മാതാവ് വളരെ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ സ്ട്രിക്റ്റായിരിക്കണം, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് പരിശുദ്ധ ജപമാല കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം.
എന്നും മാതാവ് പറയുകയാണ്. പിന്നീട് മാതാവ് പറയുന്നത് ഫ്രാൻസിന് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് മാതാവ് പറയുകയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് 1830 ജൂലൈ 18 ഈ അപ്പാരിഷൻ നടക്കുന്നത്. അപ്പോൾ മാതാവ് ഫ്രാൻസിനെ കുറിച്ച് പറയുകയാണ്, ദ ടൈംസ് ആർ ഈവിൾ, സോറോസ് വിൽ കം അപ്പോൺ ഫ്രാൻസ്, ദ ത്രോൺ വിൽ ബി ഓവർത്രോൺ, the cross will be thrown down and trampled, the archbishop will be stripped of his clothes, blood will flow in the streets, the side of our Lord will be pierced anew, the whole world will be afflicted with tribulations. The Virgin appeared sad and could hardly speak as she said this. മാതാവ് പറഞ്ഞു, കാലം തിന്മ നിറഞ്ഞതാണ്, ഫ്രാൻസിൻ്റെ മകളിൽ വലിയൊരു ദുഃഖം വരും, സിംഹാസനം അട്ടിമറിക്കപ്പെടും, അവിടുത്തെ ആർച്ച് ബിഷപ്പ് കൊല്ലപ്പെടും, ഈശോയുടെ തിരുവിലാവ് വീണ്ടും കുത്തി മുറിവേൽപ്പിക്കപ്പെടും, ലോകം മുഴുവനും പീഡനങ്ങൾ കൊണ്ട് നിറയും. ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു പരിഹാരം എന്നോണം പരിശുദ്ധ കന്യകാമറിയം അൾത്താരയുടെ ചുവട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കം ടു ദ ഫൂട്ട് ഓഫ് ദി ആൾട്ടർ, ഹിയർ ഗ്രേസസ് വിൽ ബി ഷെഡ് ഓൺ ഓൾ ഹു ആസ്ക് ഫോർ ദം, graces will be shed especially on those who ask for them. അതാ പറഞ്ഞു, ദേ ഈ അൾത്താരയുടെ ചുവട്ടിലേക്ക് നിങ്ങൾ വരിക, ഇവിടെ വന്ന് കൃപകൾ ചോദിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് കൃപകൾ നൽകപ്പെടുന്നതായിരിക്കും എന്ന്. അങ്ങനെ ഈ അപ്പാരിഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജൂലൈ 27 ചാൾസ് 10 രാജാവ് സിംഹാസനത്തിൽ നിന്നും അട്ടിമറിക്കപ്പെട്ടു. ജനക്കൂട്ടം വന്ന് പള്ളികളെല്ലാം അശുദ്ധമാക്കി, തിരുസ്വരൂപങ്ങളെല്ലാം തകർത്തു, ക്രൂശിത രൂപങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, വൈദികരും ബിഷപ്പുമാരെ എല്ലാം തടവിലാക്കി, അവരടിച്ചു, അവരെ കൊന്നു. അന്നത്തെ ആർച്ച് ബിഷപ്പിന് ആ സ്ഥലത്തു നിന്നും 2 തവണ പലായനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം പക്ഷെ കൊല്ലപ്പെട്ടില്ല. പക്ഷെ പിന്നീട് 1848 ലൂയിസ് ഫിലിപ്പ് എന്ന രാജാവ് ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹവും സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കപ്പെട്ടു, അദ്ദേഹവും പലായനം ചെയ്യപ്പെട്ടു. അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ഒഫ്രെ, പാരീസിലെ ആർച്ച് ബിഷപ്പ് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ 1870 ആയപ്പോഴേക്കും മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 1830 മുതൽ 1870 വരെ നടന്ന ഈ കലാപങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഇവൺ ആ കലാപത്തിനിടയിൽ ശവക്കല്ലറകൾ തുറക്കപ്പെട്ട് മൃതശരീരങ്ങൾ പോലും അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ഈ കലാപങ്ങളിടയിൽ പോലും ഈ കമ്മ്യൂണിറ്റിയെ മാതാവ് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു. അങ്ങനെ മാതാവിൻ്റെ പ്രോമിസും പാലിച്ചു. മാതാവ് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിറവേറുകയും ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദേശങ്ങളൊന്നും നാം അവഗണിക്കാതെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്റ്റാ tu in mulieribus et benedictus fructus ventris tui Iesus. Santa Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Re.